യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അമ്മച്ചി, നമുക്ക് കാശ് വേണ്ട അമ്മച്ചി. അവരെ കൊണ്ടുപോകട്ടെ. എനിക്ക് പഠിക്കണ്ട. അവക്ക് വിവരമുണ്ട്. ഇവിടെ കിടന്ന് തല്ലുകൊണ്ട് ചോമണ്ടെങ്കി തള്ളയം വിളിച്ചോണ്ട് പോടി. കാണിക്കുന്ന കർത്താവ് വിതയ്ക്കാത്ത പണിയാ. എന്റെ കുഞ്ഞിന്റെ ഭാവം ഇല്ലാതാക്കല്ലാണ്. എന്റെ പ്രതീക്ഷ മൊത്താത്ത കുഞ്ഞ. ഇവള് പഠിച്ചൊരു നിലയിലെത്തിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് ജീവിച്ചു തുടങ്ങാൻ. പിന്നെ ഇവള് പഠിച്ചിട്ട് ഇപ്പൊ കളക്ടർ ആവാൻ പോവില്ലേ? അല്ലെങ്കിൽ ഇപ്പൊ അതാണല്ലോ കോതാറ കോളനിയിലെ പുതിയ ട്രെൻഡ്. നമ്മുടെ കമലാക്ഷിയുടെ മരുമോളും കളക്ടർ ആവാൻ പോവാണല്ലോ. അത് കണ്ടിട്ടായിരിക്കും നിന്റെ പൂതി അല്ലേ? എഴുന്നേറ്റ് പോയില്ലെങ്കിലേ അമ്മയും മോളും ചവിട്ടി കൂട്ടിക്കളഞ്ഞ. എന്നെ അമ്മച്ചി ഒന്നും ചെയ്യല്ലേ. എന്താടാ പുറഞ്ചു, ആ കാശങ്ങ് തിരിച്ചു കൊടുക്കും. ആ പാവം കൊച്ചിന് ഫീസ് അടയ്ക്കാൻ വേണ്ടി കടം വാങ്ങിച്ചോണ്ട് പോവുക. ചിന്നപ്പളനി പോവാൻ മാലേട്ടന്റെ ബലത്തിലായിരിക്കും നീ എന്നോട് സംസാരിക്കാൻ വരുന്നത്. അതാവുമ്പോ ദൈവഗോപുരത്ത് ഞാൻ നിന്റെ മേത്ത് കൈവയ്ക്കൂലല്ലോ. വഴിമാറടാ. ഇല്ല, പുറഞ്ചു ആ കാശ് തിരിച്ചു കൊടുക്കാതെ ഞാൻ നിങ്ങളിവിടെ നിന്ന് വിടില്ല. രായപ്പാ, വേണ്ട, വിട്ടേക്ക്. നീ വാ. കാശ് തിരിച്ചു കൊടുത്തിട്ടേ നിങ്ങൾ ഇവിടെ നിന്ന് പോവും. എന്നാ ഒന്ന് കാണണമല്ലോ. മോനെ സുനീഷേ, ആ കാശ് പോയിക്കോട്ടടാ. നീ വടക്കുന്നത് പോണ്ട. അങ്ങനെ ആ കാശങ്ങ് കളയാൻ പറ്റുമോ മറിയടത്തി? അത് നല്ല മനസ്സോടെ എന്റെ ആദരക്കൂടി നിങ്ങൾക്ക് തന്നല്ലേ. നിങ്ങൾക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം ആ കാശ്. പുറഞ്ചു, മര്യാദയ്ക്ക് കാശെടുക്കും. ഇവനും തന്നെ പാവിയാക്കി അടങ്ങൂ. നോക്കിക്കാതെ അവന്റെ കൈ പുറഞ്ചു, മാറി. എന്തുവാ കാണിക്കുന്നത്? വേണ്ട. അയ്യോ അയ്യോ ഒന്നും ചെയ്യല്ലേ. സുനീഷേ, മോനെ, എന്റെ മോനെ വിട്. എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ. എന്റെ മോനെ തന്നില്ലേ. എന്റെ മോനെ വിട്. എന്റെ മോനെ വിട്. അയ്യോ, കേക്ക്. എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ എന്ന് പറ. അവൻ ചില്ലപ്പളനിക്ക് പോകാൻ മാലയിട്ടിരിക്കും. സ്വാമിയാണെങ്കിലേ അവന്റെ കൈയിരിപ്പ് വന്നാവണം. അയ്യോ, ഒന്ന് പറയൂ. ഡഗ്ലസ് മുതലാളിയെ വെല്ലുവിളിച്ചിട്ടേ അങ്ങനെ ഒരുത്തരും ഇവിടെ വാഴണ്ട. അയ്യോ, അവിടെ നിൽക്ക്. താനിപ്പോ കരിമ്പായില്ല. ഗോന്നു കുട്ടി ആരാ? എന്റെ മോനെ വേണ്ട. ഹരി, അയ്യോ വേണ്ട. മോനെ വിടാ. അയ്യോ പ്ലീസ്. മാറടാ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യില്ലേ. എന്റെ മോനെ ഒന്നും ചെയ്യില്ലേ. ഹരി വേണ്ട. Check him out! Get down to the hip top. Get down to the top.
ഗോവിന്ദൻകുട്ടി നായരേട്ടനോ? ഇയാൾ ഇത്ര സ്ട്രോങ് ആയിരുന്നു, ഞാനറിഞ്ഞില്ലല്ലോ. അയ്യോ, ഒരു കാര്യം പറഞ്ഞു. സുനീഷ് വാരിട്ടലക്കടാ. പിന്നെ ഞാൻ ചെയ്യരുതാ. നിന്നെയൊക്കെ ഇനി പരിസരത്ത് കണ്ടാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ. ഗോവയിൽ ഡഗ്ലസ് മുതലാളി ഒന്ന് വന്നോട്ടെ. നിന്നെയൊക്കെ ഒറ്റ ഒരെണ്ണത്തിന് ജീവനോടെ വച്ചേക്കില്ല. വിളിച്ചോണ്ട് വാടാവനെ. അവന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും. കാണിച്ചു തരാടാ എല്ലാത്തിനെ. കേട്ടോടാ, വാടാ. നിങ്ങക്ക് വല്ലതും പറ്റിയോടാ മക്കളെ? ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നെന്ന് ആർക്കറിയാം? ആ ഡഗ്ലസ് മുതലാളി വന്ന ഇവിടെ കൊലപാതകം നടക്കും. നാവ് വളച്ച് വേണ്ടാതീനം പറയാതെടി. അങ്ങനെ അങ്ങ് പേടിച്ചോടാൻ പറ്റുമോ? നമ്മൾ ഇവിടെ ജനിച്ചു വളർന്നവര് തന്നെയാ. പിന്നെ കാശിന് ഇത്തിരി കുറവുണ്ടെന്നേ ഉള്ളൂ. എന്നുവെച്ച് അന്തസ്സിനും തന്റെ ഇടത്തിനും ഒരു കുറവുമില്ല. വരുന്നോൻ വരട്ടെ, അപ്പ നമുക്ക് നോക്കാം. ഒരാവേശത്തിന് ഇങ്ങനെയൊക്കെ നിങ്ങക്ക് പറയാൻ പറ്റും. കാര്യത്തോട് അടുക്കുമ്പോഴേ ഈ കോളനിയിൽ എത്ര അവന്മാര് കൂട്ടു നിൽക്കുന്നു കണ്ടറിയാം. എടി, ഞാൻ ഇത്രയും കാലം ഇവിടെ ജീവിച്ചതേ ഒരവന്മാരെയും കണ്ടോണ്ടല്ല. എന്റെ നാക്കിന്റെയും നട്ടലിന്റെയും ബലത്തിൽ മാത്ര. ഇനി അങ്ങോട്ടും അത് മതി. നിങ്ങൾ ഇതൊന്നും കേട്ട് പേടിക്കേണ്ട പിള്ളേരെ. ഇവിടെ വന്ന് നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോണില്ല. ഈ ഝാൻസി റാണി കമലാക്ഷി ഇങ്ങനെ നെഞ്ചു വീഴ്ച നിൽക്കുമ്പോ വരുന്നോൻ ആരായാലും അവന്റെ മുട്ടൊന്ന് വിറയ്ക്കും. എന്നാലും അമ്മേ, ആ ഗോവിന്ദൻകുട്ടിനാരുടെ തന്റെ ഇടം ഞാൻ സമ്മതിച്ചു. പാവം പോലെ നടന്നിട്ട് അയാൾക്ക് ഇത്രയും കരുത്തുണ്ടെന്ന് ആരറിഞ്ഞു? അല്ലെങ്കിലും കരുത്തുള്ളവരത് പുറത്ത് കാണിക്കില്ലടാ. ഈ ഡക്ലസിനെ പോലുള്ള ഞാഞ്ഞൂലുകളാ ഈ വേണ്ടാത്ത അഭ്യാസം മുഴുവൻ കാണിക്കുന്നത്. അവന് പകല് പോലെ ഇറങ്ങി നടക്കണമെങ്കിൽ 4 പേരെ സെക്യൂരിറ്റി വേണം. അപ്പച്ചി എന്തൊക്കെ പറഞ്ഞാലും ഇവര് തീക്കൊള്ളി കൊണ്ടാ തല ചൊറിഞ്ഞിരിക്കുന്നത്. ഡഗ്ലസിനോട് നേരിട്ട് മുട്ടിയവരാരും ഇന്നീ കടപ്പുറത്ത് ജീവനോടെ ഇല്ല.